وعنه أن رسول الله صلى الله عليه وسلم قال إذا توضأ العبد المسلم أو المؤمن فغسل وجهه വുളൂഇന്റെ മഹത്വമാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഓരോ അമലുകളും, അമൽ എന്ന് പറഞ്ഞാൽ അത് ധാരാളമുണ്ട് എന്നതിനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരാൾ വുളൂ ചെയ്താൽ ഫഗസല വജ്ഹഹു, മുഖം കഴുകുമ്പോൾ, വുളൂ എടുക്കുമ്പോൾ മുഖം കഴുകുമല്ലോ, മുഖം കഴുകി കഴിഞ്ഞാൽ ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാ, ആ വെള്ളം ഇറ്റി വീഴുന്നതോടുകൂടി അവന്റെ കണ്ണുകൊണ്ട് അവൻ ഹറാമിലേക്ക് നോക്കിയതിന്റെ പാപമൊക്കെ പുറത്തു കൊടുക്കും. ഔ മഅ ആഖിരി ഖത്രിൽ മാ, അല്ലെങ്കിൽ അവസാനത്തെ തുള്ളി വെള്ളത്തോടു കൂടി അത് പൊറുക്കും. ഫൈദാ ഗസല യദൈഹി, കൈ കഴുകിയാൽ ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തിൻ കാന ബതശത്ഹാ യദാഹു മഅൽ മാ, അവന്റെ കൈ കൊണ്ട് അവൻ പിടിച്ചിരുന്ന തെറ്റുകൾ അത് അവസാനത്തെ തുള്ളി വെള്ളത്തോടു കൂടി പൊറുക്കപ്പെടും. ഔ മഅ ആഖിരി ഖത്രിൽ മാ ഹത്താ യഖ്റുജ നഖിയ്യൻ മിന അദ്ദുനൂബി, അങ്ങനെ വുളൂ ചെയ്ത് കഴിയുന്നതോടുകൂടി അവൻ പാപങ്ങളിൽ നിന്ന് ശുദ്ധനായി പുറത്തു വരും. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത് കുല്ലു ഖതീഅത്തിൻ മസ്സദ്ഹാ റിജ്ലഹു മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്രിൽ മാഇ ഹത്താ യഖ്റുജ നഖിയ്യൻ മിന അദ്ദുനൂബ്. അതുപോലെ കാലുകളുടെ കാര്യവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വുളൂഇന്റെ മഹത്വമാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. വുളൂ എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകണം, അതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം കൂടും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിൽ ഖുശൂഅ് കിട്ടാനുള്ള ഒരു മാർഗമാണ് വുളൂഇൽ തന്നെ ഖുശൂഅ് ഉണ്ടാവുക എന്നുള്ളത്. വുളൂ എടുക്കുന്ന സമയത്ത് തന്നെ ബോധത്തോടു കൂടി വുളൂ എടുത്താൽ നമസ്കാരത്തിൽ ഖുശൂഅ് കിട്ടും. നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുക, നമ്മൾ വുളൂ എടുക്കുന്ന സമയത്ത് സംസാരത്തിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അടുത്തേക്കുന്ന ആൾക്കാർ സംസാരിക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയിലായിരിക്കും. എന്നിട്ട് വന്ന് നിസ്കാരം തുടങ്ങും. അപ്പോൾ നിസ്കാരം തുടങ്ങുമ്പോൾ ആ വുളൂ ചെയ്ത സമയത്ത് സംസാരിച്ചതിൻ്റെ ബാക്കി മനസ്സിലുണ്ടാവും. അങ്ങനെ പതുക്കെ പതുക്കെ അതൊക്കെ മറന്ന് നിസ്കാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് സലാം വീട്ടാനായിട്ടുണ്ടാവും. അപ്പോൾ സലാം വീട്ടാൻ നേരത്തുണ്ടാവും ഒരു ഖുശൂഅ്. സലാം വീട്ടിൽ കഴിയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിന്ത വരും. കാരണം എന്താ, പതുക്കെ പതുക്കെയാണ് മനുഷ്യന്റെ മനസ്സ് ഒരു വിഷയത്തിൽ നിന്ന് വേറെ വിഷയത്തിലേക്ക് പോവാം. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ചിന്ത ഉണ്ട്, അല്ലെങ്കിൽ ഒളു എടുക്കുമ്പോഴെങ്കിലും നമുക്കൊരു ഖുശൂഅോട് കൂടി നമ്മൾ ഒളു എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ ഈ ഒളു കാരണമാകട്ടെ എന്നുള്ള ചിന്തയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമസ്കരിക്കുമ്പോൾ നമുക്ക് ഖുശൂഅ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചില മുൻഗാമികളുടെ ജീവിതത്തിൽ കാണാം, ഒളു എടുക്കുന്ന സമയത്ത് അവരുടെ മുഖമൊക്കെ വിവരണമാകുമായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു താബിഈയായ ഇമാമിനെ കുറിച്ച് കേട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞുമായിരുന്നു, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാമോ എന്ന് ചോദിച്ചു വന്നാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുന്നത്. ആ ബോധത്തോടു കൂടി ഒളു ചെയ്താൽ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂഅ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒളു കൊണ്ട് ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടും.